ഭാര്യമാർ സൂക്ഷിക്കുക എന്ന പ്രശസ്തമായ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഗാനമാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പാട്ട്. ആ പേരിൽ ഒരു സീരിയൽ ഏഷ്യാനെറ്റിൽ ആരംഭിച്ചപ്പോൾ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഗൗതമിൻ്റെയും അളകനന്ദയുടെയും ദാമ്പത്യത്തിൻ്റെ കഥ പറഞ്ഞ ആ പരമ്പര ഇപ്പോഴിതാ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു പരമ്പരയുടെ അവസാന എപ്പിസോഡ്. തുടർന്ന് തുടക്കം മുതൽ അവസാനം വരെ പിങ്കി എന്ന തൻ്റെ കഥാപാത്രത്തെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ആരാധകർക്ക് നന്ദി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സീരിയൽ നടി മിയ മരിയ. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നലെ നമ്മുടെ ചന്ദ്രകാന്തത്തിൻ്റെ അവസാന എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് കണ്ട ഒരുപാട് പേർ എനിക്ക് മെസ്സേജും ഇട്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഈ 1.5 വർഷം ചന്ദ്രകാന്തം ഫാമിലിയുടെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത ഫാൻസ് പേജുണ്ട്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം പിങ്കി എന്ന് പറയുന്ന ക്യാരക്ടറിനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഫാൻ പേജിലൂടെയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിലൂടെയുമാണ്. അവർക്കെല്ലാവർക്കും മനസ്സു നിറഞ്ഞ നന്ദി. ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു സീരിയൽ തീർന്നതിൽ വിഷമമുണ്ട്. ഏഷ്യാനെറ്റ് എന്ന പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയതിലും അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ സർ, പിന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർ, പിന്നെ നമ്മുടെ എല്ലാ ആക്ടേഴ്സും, ഞങ്ങളുടെ ഫാമിലി, ചന്ദ്രകാന്തം ഫാമിലി, പിങ്കിക്ക് ശബ്ദം നൽകിയ RJ നീനു, അങ്ങനെ എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നാണ് മിയ വീഡിയോയിൽ പറഞ്ഞത്. പരമ്പരയിൽ നായകനായ ഗൗതമിനെ ഏറെ സ്നേഹിക്കുന്ന പെൺകുട്ടിയായി എത്തുന്ന കഥാപാത്രമായിരുന്നു പ്രിയമത എന്ന പിങ്കിയുടേത്. അതിനുശേഷം പിങ്കിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ട്വിസ്റ്റുകളും പ്രണയനഷ്ടങ്ങളും വിവാഹ ജീവിതത്തിലെ പരാജയങ്ങളും വേർപാടുകളും ഒക്കെ പറഞ്ഞാണ് ചന്ദ്രകാന്തം സീരിയൽ മുന്നോട്ടു പോയത്. പിങ്കിയുടെ അഭിനയത്തെ വാനോളം പുകഴ്ത്തുന്ന എപ്പിസോഡുകളും പരമ്പരയിലുണ്ടായിട്ടുണ്ട്. അതേസമയം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണെങ്കിലും പിങ്കി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മിയ മരിയ. എറണാകുളം സ്വദേശിനിയാണ് മിയ. എന്നാൽ യഥാർത്ഥ പേര് ഇതല്ല. സൗമ്യ എന്നാണ് മിയയുടെ യഥാർത്ഥ പേര്. റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ താരം തൂണേരി, കൺമണിപ്പാപ്പ, നമ്മ ഊരുക്ക് എന്ന ആച്ച് എന്നീ തമിഴ് സിനിമകളിലും അഭിനയിച്ചിരുന്നു. അപ്പോഴാണ് സൗമ്യ എന്ന പേര് മാറ്റി മിയാശ്രീ എന്ന പേര് സ്വീകരിച്ചത്. അങ്ങനെയാണ് സീരിയലിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം ഈ പേര് വന്നത്. ഐക്കരക്കോണത്തെ ബിഷങ്കുരന്മാർ എന്ന മലയാള സിനിമയിലും ചില പരസ്യ ചിത്രങ്ങളിലും ഷോർട്സ് വീഡിയോകളിലും അഭിനയിച്ചിട്ടുണ്ട് മിയ. പിന്നാലെയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലേക്ക് എത്തിയത്. പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും പ്രേക്ഷകർ ഏറെ സ്നേഹിച്ചതും പിങ്കിയായി എത്തിയതോടെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.